നമ്മൾ ഇനിയൊന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇന്നലെയാണ് നെയ്യാറ്റിൻകര ചെങ്കൽ യു പി സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചത്. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിനിടെയാണ് പാമ്പ് കടിയേറ്റത്. വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ആ സ്കൂൾ പരിസരത്ത് ഇന്ന് റിപ്പോർട്ടറിന്റെ വാർത്താസംഘം എത്തിയപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. കുരുന്നുകൾ പഠിക്കാനെത്തുന്ന സ്കൂൾ പരിസരം കാട് പിടിച്ച് കിടക്കുകയാണ്. എന്തായാലും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ചെങ്കൽ യു പി സ്കൂളിലേക്ക് നമ്മൾ ഒന്നുകൂടി പോകുന്നു. അവിടെ നിന്നും ടി വി പ്രസാദ് നമുക്കൊപ്പം തത്സമയം എത്തുകയാണ്. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഇപ്പോൾ ഒരു നടപടിയാവുകയാണ്. വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചതിൽ അന്വേഷണമൊക്കെ വരുന്നു. പക്ഷേ ആ സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യം ഇത്ര നാളും ഇങ്ങനെ കിടന്നിട്ട് ആരും കണ്ടില്ലേ പ്രസാദ്? ആരും കണ്ടില്ല എന്നുള്ളതാണ് സുജയ. ആരും ഇടപെട്ടുമില്ല. അവരുടെ എല്ലാം കുഞ്ഞുങ്ങളെ ഈ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു എന്നല്ലാതെ തങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ ഒരു ശോചനീയാവസ്ഥ, കാട് കയറിയ അവസ്ഥ, അതിലാരും ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് സുജയ നമ്മൾ രാവിലെ 8 മണിയോടുകൂടി 7:30 ഇവിടെ എത്തുന്നത്. ആ സമയത്ത് ഇതാ ഈ ചെങ്കൽ യു പി സ്കൂൾ എന്ന ഈ ബോർഡിന് താഴെയുള്ള ഈ ഗേറ്റ് അടച്ചിട്ട നിലയിലായിരുന്നു. ഇത് തുറക്കാൻ മാനേജർ തയ്യാറായതുമില്ല. പിന്നീട് നമ്മൾ രാവിലെ മറ്റു വഴികളിലൂടെ ചാടിക്കയറിയാണ് ഇതിൻ്റെ ഉള്ളിലെത്തിയത്. ഇവിടുന്ന് തന്നെയുള്ള കാഴ്ചകളിലൂടെ നമുക്കൊന്നുകൂടി നടന്നു തുടങ്ങാം സുജിയ. മനു ആണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ്. ഇത് കണ്ടല്ലോ അല്ലേ, തുടക്കത്തിൽ തന്നെ വലിയ കാടാണ്, മൊത്തം കാടാണ്, ഇങ്ങനെ പോകും. ഇവിടെ ആകെ ഈ പറയുന്ന വിദ്യാർത്ഥികൾ പോകുന്ന, വാഹനങ്ങൾ പോകുന്ന വഴി മാത്രമാണ് കാടില്ലാതായിട്ടുള്ളത്. ഈ ഭാഗത്തെല്ലാം കാടാണ്. നമ്മളങ്ങ് ദൂരേക്ക് കാണുന്ന അവിടെയാണ് ഈ സ്കൂള്. ഈ സ്കൂൾ അത് അങ്ങ് അവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് കാണുമ്പോഴൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത. ഇതിൻ്റെ ഒരു ഭാഗം മതിലാണ്, അതുകൊണ്ട് ഒരു ഭാഗത്ത് കാടില്ല. പക്ഷെ മറുഭാഗത്ത് നിറയെ കാടുകളാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗത്തെല്ലാം കാടുണ്ട്. ഈ കാട് വെട്ടിമാറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളാണ്. മാനേജ്മെൻറ്റിന് സാധാരണഗതിയിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ഗ്രാൻറ്റ് കിട്ടും സർക്കാരിൽ നിന്ന്. അതുപയോഗിച്ച് ഇത് ചെയ്യാം. അതുകൂടാതെ തൊഴിലുറപ്പുകാരെ ഉപയോഗിച്ച് അവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സ്കൂളിൻ്റെ മുറ്റമാണ് സുജയ, പുറത്തെ ഭാഗമാണ്. വലിയ കാടുകളാണ് ഈ ഭാഗത്ത് എല്ലാം ഉള്ളത്. ഈ ഭാഗത്തേക്ക് പോയാലും ഇവിടെ കുഞ്ഞുങ്ങൾ പോകുന്ന ഈ ഭാഗം മാത്രമാണ് കാടില്ലാതെ ഉള്ളത്. മറ്റെല്ലാ ഭാഗത്തും കാടുണ്ട്. ഇനി നമുക്ക് ആ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. ആ ഭാഗം കൂടി കാണിച്ചു തരാം. ഇതാണ് സ്കൂളിൻ്റെ പ്രധാന കെട്ടിടം. ഓഫീസ് ഇവിടെയാണ്. ഇന്നിപ്പോൾ വലിയ തോതിലുള്ള പരിശോധന എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ മുന്നിൽ നിന്ന് മനു ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവിടെ നിറയെ കാടുണ്ട്. തൊട്ടിങ്ങോട്ടേക്ക് നോക്കിയാൽ അവിടെ കുഞ്ഞുങ്ങൾ കൈ കഴുകുന്ന സ്ഥലമാണ് സുജ. സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട് പ്രസാദ്. നമ്മുടെയൊക്കെ മക്കളെ ഇങ്ങനെയൊരു സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നേ അവിടെ പോയി വഴക്കുണ്ടാക്കിയേനെ. ഉറപ്പായിട്ടും അതിൻ്റെ തൊട്ടിപ്പുറം കണ്ടല്ലോ സുജ, നിറയെ കാടാണ്. നമുക്കിനി പോകാം. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് തുടങ്ങും. ഇത് കണ്ടല്ലോ അല്ലേ, ഇത് ഈ സ്കൂളിൻ്റെ മുറ്റത്തെ ഏറ്റവും ചെറിയ കാടാണ്. ഇതിൻ്റെ ഭീകരത മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ പിറകിലേക്കും വശങ്ങളിലേക്കും പോകണം. നമുക്ക് ആദ്യം പിറകിലേക്കും വശങ്ങളിലേക്കും ഒന്ന് പോയി വരാം, എന്നിട്ട് ഇവിടേക്ക് വരാം. അതായത് ഇവിടെ നിന്നാണ് ഇന്നലെ ക്രിസ്മസ് ആഘോഷമുണ്ടായത്. ഇവിടെ നിന്നാണ് കുഞ്ഞിനെ പാമ്പ് കടിക്കുകയും ചെയ്തത്. ഇതിൻ്റെ നടുവിലെ മുറിയാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. അതായത് ഈ യു പി സ്കൂളിനെ ചുറ്റുവട്ടത്ത് പോകുന്നത് സ്കൂളിന്റെ പിൻഭാഗത്തേക്കാണ്. അപ്പോൾ ഇതിന് ചുറ്റുവട്ടം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും പാമ്പ് ഇനിയും വരാം. ഉറപ്പായിട്ടും ഇതേ സുജയ, ഇന്ന് നമ്മൾ രാവിലെ വന്നതിന് ശേഷം ഒരു മാറ്റമുണ്ട്. ഇത് കാടായിരുന്നു, കണ്ടല്ലോ അല്ലേ? ഇത് കാടായിരുന്നു, ഇത് മുഴുവൻ കാടായിരുന്നു ഇന്ന് രാവിലെ. ഇപ്പോഴാണ് നമ്മൾ രാവിലെ ദൃശ്യങ്ങൾ കാണിച്ചതിന് ശേഷമാണ് ഇത് വെട്ടിമാറ്റിയിരിക്കുന്നത്. നല്ല കാര്യം. ഇത് മിനിഞ്ഞാന്ന് ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞിന് ഈ ഗതി ഉണ്ടാകുമായിരുന്നില്ല സുജയ. നമുക്ക് പിറകു ഭാഗത്തേക്ക് പോകാം. പിറകു ഭാഗത്ത് അത് ചെയ്തിരുന്നോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഭാഗത്ത് ഇപ്പോഴും നല്ല കാടുണ്ട്. ഇത് ആൻസലൻ MLA ഫണ്ടിൽ പണിത ഒരു കെട്ടിടമാണ് അങ്ങ് കാണിക്കുന്നത്. അതായത് MLA ഫണ്ടും സർക്കാർ ഫണ്ടൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെയാണിത്. കണ്ടല്ലോ അല്ലേ?
ഇതാണ് ഈ സ്കൂളിൻ്റെ പിറകുവശം എന്ന് പറയുന്നത്. നല്ല കാടാണ്. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ എന്തോ ഭാഗ്യത്തിന് അധികം വിഷമില്ലാത്ത ചുരുട്ട എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത്. ശംഖുവരേനോ അണലിയോ മൂർഖനോ എന്തുമുണ്ടാകാൻ സാധ്യതയുള്ള തീർച്ചയായും കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്കൂൾ കെട്ടിടമാണ് അത് എന്നുള്ളത് വ്യക്തമാണ്. അവിടെ ഇരുന്നാണ് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുക, അധ്യയനം ഭീതിയില്ലാതെ നടക്കണം, ആധിയില്ലാതെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്കും ആധിയില്ലാതെ അധ്യയനം നടക്കണം. അത് തന്നെയാണ് നമുക്ക് അത്യാവശ്യം. എന്തായാലും ഇപ്പോൾ കാട് വെട്ടി തുടങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ടറിന്റെ ഒരു ലൈവിന് ശേഷം എന്തായാലും കാട് വെട്ടി തുടങ്ങിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. TV പ്രസാദാണ് അവിടെ നിന്നുള്ള തത്സമയ കാഴ്ചകൾ നൽകിയത്.